ചെറുകഥ ഞാൻ എന്ത് വിളിക്കും. രചന പ്രേംരാജ് KK. വീട്ടിൽ ആരോ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് ഞാൻ അവർ കാണാതിരിക്കാനായി വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഓടി. അവിടെയാണ് വിറകുപുര. അതിനുള്ളിൽ എപ്പോഴും വിറക് നിറച്ചു വെച്ചിട്ടുണ്ടാകും. മഴക്കാലത്തിനു മുമ്പ് ജോലിക്കാരെ വെച്ച് പറമ്പിൽ നിന്നും മരങ്ങളും മടലുകളും മറ്റും പെറുക്കിക്കൂട്ടും. മരത്തടികൾ കോടാലി കൊണ്ട് വെട്ടി കഷ്ണങ്ങളാക്കി വിറകുപുരയ്ക്കുള്ളിൽ നിറയ്ക്കും. 3-4 ജോലിക്കാരെ ഒരാഴ്ചയോളം ഇതിനായി നിയോഗിക്കും. അടുക്കളയ്ക്ക് ചേർന്നാണ് ഈ വിറകുപുര. മഴക്കാലത്ത് ഈ വിറകുകൾ കത്തിച്ചാണ് അടുക്കളയുടെ പ്രവർത്തനം. വിറകുപുരയുടെ അരികു ചേർന്ന് ഒരു അടുപ്പുമുണ്ട്. അതിലാണ് കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക. ഓരോ ദിവസവും 10-15 കുടം വെള്ളം ചൂടാക്കേണ്ടതുണ്ട്. അത്രയും ആൾക്കാരുണ്ട് വീട്ടിൽ. മുത്തച്ഛന് തന്നെ വേണം 2 കുടം ചൂടുവെള്ളം. പിന്നെ അച്ഛൻ, ചേച്ചി, ചെറിയച്ഛൻ, ചെറിയച്ഛന്റെ മക്കൾ 2 പേർ. അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും വേണ്ടി വെള്ളം ഉച്ചയ്ക്കേ ചൂടാക്കാറുള്ളൂ. കാരണം അവർക്ക് ഒരുപാട് ജോലികളുണ്ട്. ഞങ്ങൾ 4 പേരെ സ്കൂളിലേക്ക് അയക്കണം. അച്ഛനും ചെറിയച്ഛനും ജോലിക്ക് പോകണം. ഞങ്ങളെ എല്ലാവരെയും പറഞ്ഞയച്ച ശേഷമേ അവർക്ക് നേരം കിട്ടുകയുള്ളൂ. അതായത് ആരതി എന്നെ അന്വേഷിച്ച് വീട്ടിന് ചുറ്റും നടക്കുന്നു. അവൾ ഇളയച്ഛന്റെ മകളാണ്. അവളെ അമ്മയോ ചെറിയമ്മയോ പറഞ്ഞയച്ചതാണ്. കുറെ നേരം വിറകുപുരയിൽ തന്നെ ഞാൻ ഒളിച്ചിരുന്നു. എനിക്ക് നാണമുണ്ടായിട്ടൊന്നുമല്ല ഒളിച്ചിരുന്നത്. വന്നവർ ഓരോ കുനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കും. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, എത്ര മാർക്കുണ്ട്, കൂട്ടുകാർ ആരൊക്കെ എന്നിങ്ങനെ ഒന്നിനു പുറകെ ചോദ്യങ്ങളുണ്ടാകും. ഇതൊക്കെ അമ്മയോട് ചോദിച്ചാൽ മതിയല്ലോ. എന്റെ അമ്മയ്ക്ക് ഇതിനുള്ള ഉത്തരങ്ങൾ എല്ലാം അറിയാം. എന്തിന് ആരുവിന് പോലും ഇതിന്റെ ഉത്തരങ്ങൾ അറിയാം. എന്നാലോ എന്റെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം തരികയുമില്ല. ചോദ്യം 1, നിങ്ങൾ എങ്ങനെ വന്നു? ചോദ്യം 2, വന്ന ബസ്സിന് ആരായിരുന്നു ഡ്രൈവർ? ടിക്കറ്റ് നിരക്ക് എത്രയാണ്? അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ ഉടനെ അമ്മയോ ചെറിയമ്മയോ എന്നെ തടയും. ഒടുവിൽ ചെറിയമ്മ എന്നെ കണ്ടുപിടിച്ചു. വിറകുപുരയിൽ ഒളിച്ചിരുന്ന് ചിത്രപുസ്തകത്തിലെ മുന്തിരിക്കുരകൾക്ക് ചായം കൊടുക്കുകയായിരുന്നു ഞാനപ്പോൾ. ചിത്രപുസ്തകം അവിടെയിട്ട് ഞാൻ ഇറങ്ങിയോടി. തൊടിയിലൂടെ കുറേ ദൂരം. പിന്നാലെ ചെറിയമ്മയും, തൊട്ടുപിറകെ ആരുവും. ഒടുവിൽ ഞാൻ കീഴടങ്ങി. എന്നെ തൂക്കി ഒക്കത്തിരുത്തി ചെറിയമ്മ വീട്ടിലേക്ക് നടന്നു. അവർ ചോദ്യങ്ങൾ തുടങ്ങി. എന്തിനാ ഓടിയത്? പേടിച്ചിട്ടാണോ, നാണം കൊണ്ടാണോ എന്നിങ്ങനെ. ആ വന്നിരിക്കുന്നത് ആരാണെന്നറിയാമോ? ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ എന്റെ ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല. വീട്ടിലെത്തിയതും വന്നവർ ചിരിയോട് ചിരി. കള്ളൻ, നാണം കൊണ്ട് ഓടിയതാ അവർ പറഞ്ഞു. അല്ല, ഞാൻ അതുകൊണ്ടല്ല ഓടിയത് എന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. വന്നവർ സംസാരം നിർത്തിയിട്ട് വേണ്ട എനിക്കൊന്നും മിണ്ടാൻ. അമ്മ ചോദിച്ചു, നിനക്ക് ഇവരെ അറിയാമോ? ചോദ്യങ്ങൾ തുടങ്ങി. ഞാൻ മനസ്സിലോർത്തു, ഇത് ഗോപാലേട്ടൻ, മറ്റേത് ശാരദയെത്തി, പിന്നെ മക്കൾ രാഹുലും രാധികയും. അപ്പോൾ അയാൾ ബാഗ് തുറന്ന് ഒരു പൊതിക്കെട്ടെടുത്ത് എനിക്ക് നീട്ടി. ഞാനത് വാങ്ങാൻ മടിച്ചു. എന്ന് മാത്രമല്ല വേണ്ടാന്നും പറഞ്ഞു. അപ്പോൾ ഇളയമ്മ പറഞ്ഞു, വാങ്ങിച്ചോടാ, സ്നേഹത്തോടെ തരുന്നതല്ലേ. ഞാനിത് വാങ്ങിയപ്പോൾ ഇളയമ്മ പറഞ്ഞു, പോയി ഇട്ടിട്ട് വാ. ഒന്നും മിണ്ടാനാകാതെ ഞാൻ അതും വാങ്ങി അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ രാധികയും കൂടെ വന്നു. ഞാൻ അവളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു. നീ എങ്ങോട്ടാണ് എന്നർത്ഥത്തിൽ. മുറിയിലേക്ക് കയറുമ്പോൾ അവളെ തള്ളി മാറ്റി ഞാൻ വാതിലടച്ചു. അവൾ പേടിച്ചുപോയി. കരഞ്ഞുകൊണ്ട് രാധിക ഇളയമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഞാൻ പുത്തൻ ഉടുപ്പും ധരിച്ച് പുറത്തേക്കിറങ്ങി. വന്നവർ ചോദിച്ചു, ഓ വലിയ ചെക്കൻ, തുണി മാറുമ്പോൾ ആരും കാണാതിരിക്കാനാ വാതിലടച്ചത്. തുണി മാറുന്നത് എല്ലാവരെയും കാണിച്ചുകൊണ്ടാണോ? അവർ പറഞ്ഞു, ആഹാ കൊള്ളാമല്ല, സുന്ദരനായിട്ടുണ്ട്. ഈ ഉടുപ്പിട്ടത് കൊണ്ടാണോ ഞാൻ സുന്ദരനായത്? അപ്പോൾ മുത്തശ്ശി അകത്തു നിന്നും വിളിച്ചു, മിനുക്കുട്ടാ, മുത്തശ്ശി കാണട്ടെ മോന്റെ പുത്തൻ ഉടുപ്പ്. ഞാൻ മുത്തശ്ശിയുടെ മുന്നിൽ ഹാജരായി. ആഹാ ഭംഗിയുള്ള ഉടുപ്പ്. ഞാൻ സുന്ദരനായതിന്റെ എല്ലാ അവകാശങ്ങളും ആ ഉടുപ്പിന് കിട്ടി. സഹികെട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഇവരെ എന്ത് വിളിക്കും? മുത്തശ്ശി പറഞ്ഞു, ഗോപാലൻ വല്യച്ഛൻ എന്ന് വിളിച്ചോളൂ വിനൂട്ടാ. അവർ ചിരിച്ചുകൊണ്ട് ഉടുപ്പിൽ പിടിച്ചു നോക്കി. തുണിയുടെ മേന്മ നോക്കിയതാവണം. മോന്റെ അച്ഛന്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ വല്യച്ഛൻ തന്നെ. അപ്പോൾ അമ്മ വിളിച്ചു, വാ നമുക്ക് ഇവർക്ക് ചായ കൊടുക്കാം. പുത്തനുടുപ്പ് വിട്ട് ഞാൻ അമ്മയുടെ പിന്നാലെ നടന്നു. നീ ആദ്യം ഈ ഉടുപ്പും അഴിച്ചു വെക്ക്, സ്കൂളിൽ പോകുമ്പോൾ ഇടാം. അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു, ശാരദാടത്തി, നിങ്ങൾ ഇങ്ങോട്ട് പോര്. ഞാൻ ഉടുപ്പ് മാറുന്നതിനിടയിൽ ആലോചിച്ചു, ഗോപാലൻ വല്യച്ഛൻ, ശരി, അങ്ങനെ വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. മറ്റേത് ശാരദാടത്തി, അവർ വല്യമ്മയല്ലേ. എനിക്ക് കുറെ വല്യമ്മമാരുണ്ട്. അപ്പോൾ ഇവരെ തിരിച്ചറിയണമെങ്കിൽ പേരും ചേർത്ത് വിളിക്കേണ്ടി വരും. അപ്പോൾ ശാരദയടത്തി വല്യമ്മ എന്ന് വിളിക്കാം. ഒരു നവംബർ മാസം. ഇളയച്ചൻ ചോദിച്ചു, വിനു നിനക്ക് മാലയിട്ടാലോ? ഞാൻ കഴുത്തിലെ സ്വർണ്ണമാല വിരലുകൊണ്ട് വട്ടം ചുറ്റിക്കൊണ്ട് ഇളയച്ചനെ തുറിച്ചു നോക്കി. അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ഇളയച്ചൻ വിശദീകരിച്ചു. മണ്ഡലകാലം വരുന്നു. ശബരിമലയ്ക്ക് പോകാൻ മാലയിടണം, വ്രതം നോക്കണം, അതിരാവിലെ എഴുന്നേൽക്കണം, കുളത്തിൽ പോയി മുങ്ങിക്കുളിക്കണം, ശരണം വിളിക്കണം, കറുത്ത മുണ്ടു ധരിക്കണം, കള്ളം ഒന്നും പറയാനും പാടില്ല. അല്ലെങ്കിൽ ഞാൻ കള്ളം പറയാറില്ല എന്ന് ഇളയച്ചന് അറിയില്ലേ? ഇളയച്ചൻ തുടർന്നു, അല്ലെങ്കിൽ വേണ്ട, നീ മാലയിട്ട് ശബരിമലയ്ക്ക് അടുത്ത വർഷം പോയാൽ മതി. ഈ വർഷം എന്റെ കൂടെ കൂടുക, കേട്ടല്ലോ. അങ്ങനെ ഇളയച്ചൻ മാലയിട്ടു വ്രതമെടുക്കാൻ തുടങ്ങി. ഞാനും കൂടെ കൂടി. ഇളയച്ചൻ വിളിച്ചു വന്നു, സ്വാമിയെ ശരണമയ്യപ്പ. ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് വിളിക്കും? ഞാൻ വിളിച്ചു തരുന്നതുപോലെ വിളിച്ചാൽ മതി. അതിരാവിലെ എഴുന്നേറ്റ് കുളത്തിൽ കുളിച്ചാൽ തണുപ്പ് അറിയില്ല. വെള്ളത്തിന് അപ്പോഴും ഇളം ചൂടുണ്ടാകും. വെള്ളം പോലും അറിയാതെ കുളിക്കണം എന്നാണ് ഇളയച്ചൻ പറയാറ്. അതെങ്ങനെ പറ്റും? പക്ഷെ ഞാനത് ചോദിച്ചില്ല.
അങ്ങനെ എത്രയെത്ര ചോദ്യങ്ങൾ, ഒരു കണക്കുമില്ല എന്റെ ചോദ്യങ്ങൾക്ക്. വീടിന്റെ ഒരു ഭാഗത്തായി വീടിനോട് ചേർന്ന് ഒരു ചായ്പുണ്ടാക്കി. അവിടെയാണ് ശരണം വിളിയും പൂജ വെക്കലും ഒക്കെ. ഇളയച്ചൻ അവിടെ തന്നെ കിടന്നുറങ്ങും. അതിൽ നിന്നും എനിക്ക് ഇളവ് തന്നിരുന്നു. ഞാൻ വീട്ടിനകത്ത് മൂടിപ്പുതച്ചു കിടന്നിറങ്ങും. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കുറെ സ്വാമിമാർ വീട്ടിലേക്ക് വന്നു. അന്നാണ് കെട്ടുനിറയ്ക്കൽ. ചെറിയച്ഛൻ ശബരിമലയ്ക്ക് പോകുന്ന ദിവസം. എല്ലാവരും എന്തൊക്കെയോ ജോലികളിൽ തിരക്കിലാണ്. ഇളയച്ചൻ എന്നെയും കൂട്ടി പന്തലിലേക്ക് നടന്നു. ഓരോരാളെ പരിചയപ്പെടുത്താൻ തുടങ്ങി. ഇത് കൃഷ്ണൻ സ്വാമി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എന്ത് വിളിക്കും? ഇത് ഗണേശൻ സ്വാമി. അപ്പോൾ ഞാൻ എന്ത് വിളിക്കും? ആരോട് ചോദിക്കാൻ? ആര് ഉത്തരം തരാൻ? ഉത്തരമില്ലാത്ത ഈ ലോകം എനിക്ക് ഇഷ്ടമാണ്. ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്താ? ആകാശം ഇടിഞ്ഞു വീഴുമോ? ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, മനസ്സിൽ ഉദിക്കുന്ന ചോദ്യങ്ങളെ ആട്ടിയൊടിക്കുവാൻ ഞാൻ പഠിച്ചു. ഈ ചോദ്യങ്ങളൊക്കെ എവിടുന്ന് വരുന്നു എന്നോ ഇവയൊക്കെ എനിക്ക് മാത്രം തോന്നുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ചോദ്യങ്ങളുടെ വള്ളിക്കുടലിൽ ഞാൻ ചുറ്റിത്തിരിഞ്ഞു. കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ ചോദ്യങ്ങൾ തോന്നാറുണ്ടോ എന്നെനിക്കറിയില്ല. എന്നെപ്പോലെ അവരും മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങൾ ചോദിക്കാതെ ഇരിക്കുന്നതാണോ? എ, ബി, സി, ഡി എന്നിങ്ങനെയുള്ള അക്ഷരങ്ങൾ എന്തിന് അങ്ങനെ തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുന്നു? ആദ്യം ഡി അല്ലെങ്കിൽ വേറെ അക്ഷരം എന്ന വല്ല കുഴപ്പമുണ്ടോ? ഡി 4ാമത് എന്നുള്ളത് 10ാമതായാൽ വല്ല കുഴപ്പവുമുണ്ടോ? അതുപോലെ മലയാളം പുസ്തകത്തിലെ 10ാമത്തെ അധ്യായം ആദ്യം പഠിച്ചാൽ എന്താണ് കുഴപ്പം? എനിക്കറിയില്ല. ഈ ലോകം തന്നെ അങ്ങനെയാണോ? എല്ലാറ്റിനും ഒരു ഓർഡർ, ക്രമം ഉണ്ടാകുന്നത് നല്ലതാണ്, സമ്മതിച്ചു. ആ ക്രമം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ആയാൽ കുഴപ്പമുണ്ടോ? മലയാളം അധ്യാപകൻ എനിക്ക് ആരാകും? സംശയം വേണ്ട, അധ്യാപകൻ തന്നെ. അതുപോലെയുള്ള ചോദ്യങ്ങൾ എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഉപദേശിച്ചു, ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കണം. ഒരു നാൾ അമ്മ ആശുപത്രിയിലായി. ഞാൻ പോയിരുന്നു, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് അച്ഛനോട് ചോദിക്കാൻ പേടി. ഒരു നേഴ്സ് ഒരു പഞ്ഞിക്കെട്ട് പോലെയുള്ള കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു. ആരുടേതാണ് ഈ കുഞ്ഞ്? ഇളയമ്മ എന്നെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മയെ വീട്ടുമുറ്റത്ത് വെളുത്ത തുണിയിൽ കിടത്തിയപ്പോഴും എനിക്കറിയില്ലായിരുന്നു എന്തു പറ്റിയെന്ന്. ചുറ്റും ഉത്തരമില്ലാത്ത ആൾക്കാർ, അല്ല, ഉത്തരം നൽകാത്ത ആൾക്കാർ എന്നെനിക്ക് തോന്നി. ഇളയമ്മ എപ്പോഴും ആ പുതിയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നു. എനിക്കാണെങ്കിൽ ചോദ്യങ്ങൾ മനസ്സിൽ നിറഞ്ഞ് മനസ്സ് പൊട്ടുന്നത് പോലെ തോന്നി. ഇളയമ്മ കുഞ്ഞിന്റെ കാര്യത്തിൽ തിരക്കിലായതുകൊണ്ട് ചേച്ചി വീട്ടുപണിയിൽ ഇളയമ്മയെ സഹായിക്കുവാൻ തുടങ്ങി. എന്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരേ ഒരു ആൾ ഇളയച്ചനാണ്. ഇപ്പോൾ ഇളയച്ചൻ വരെ ഏതോ നാട്ടിൽ ജോലിക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അച്ഛന്റെ കൂടെ ഒരു സ്ത്രീ വന്നു. അവർ വന്നപ്പോൾ കൂടെ കുറെ ആൾക്കാരുമുണ്ടായിരുന്നു. അവരൊക്കെ ആ സ്ത്രീയെ വീട്ടിൽ വിട്ടിട്ട് പോയി. അവർക്ക് മറന്നുപോയതായിരിക്കുമോ എന്ന സംശയം എന്നെ അലട്ടി. പിന്നെയും ചോദ്യങ്ങൾ മനസ്സിൽ തികട്ടി വന്നു. അന്നേ ദിവസം ഞാൻ അവരുടെ കൂടെ ആരുമില്ലാത്ത സമയത്ത് അവരെ കണ്ട് കാര്യം തിരക്കി. കൂടെ വന്നവരൊക്കെ നിങ്ങളെ കൂട്ടാൻ മറന്നുപോയി അല്ലേ? ഞാൻ ചോദിച്ചു. അച്ഛനോട് പറഞ്ഞ് നിങ്ങളെ വീട്ടിലെത്തിക്കും. എന്താ? അവർ ചിരിച്ചു. എന്നെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചെവിയിൽ പറഞ്ഞു, ഞാൻ പോകാൻ വന്നതല്ല, മോന്റെ അച്ഛന്റെ കൂടെ വന്നതാണ്. എന്തിന്? മോനെയും മോളെയും നോക്കാൻ. ശരി, പക്ഷെ നിങ്ങളെ ഞാൻ എന്ത് വിളിക്കും? കഥ ഇവിടെ അവസാനിക്കുന്നു. പ്രിയ കഥാസ്നേഹികളെ, എന്റെ കഥകൾ കേൾക്കുക. എന്റെ കഥാസമാഹാരം ആവശ്യമുള്ളവർ അറിയിക്കുക. സമാഹാരങ്ങൾ ഓൺലൈനിലും ലഭ്യമാണ്.